പത്തോ ടും 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 അതാണ് ആ പാട്ട്. ചില സഭകളിലെ പ്രാർത്ഥിച്ചങ്ങോട്ട് തുടങ്ങുമ്പോൾ പാസ്റ്ററുടെ ഭാര്യ പാട്ട് പാടുന്നത്. ട്യൂണുമില്ല, തള്ളയ്ക്ക് സ്വരവുമില്ല, ചുമ്മാ മാക്കറി കാറും പോലെ കാറുക, മൈക്കോട്ട് കൊടുക്കുകയില്ല. ഈ തള്ള ചുമ്മാ ഇരുന്ന് എരുമ കാറും പോലെ ഇരുന്നങ്ങ്. ഈ സംഗീത ശുശ്രൂഷയ്ക്കുള്ള പ്രമാണം ഞാൻ എപ്പോഴും പറയാനതാ, നിങ്ങൾക്കും അറിയാം, അത് ചിലർക്ക് അറിയത്തില്ല. പാട്ടിന്റെ ശബ്ദവും സ്വരവും മേളിൽ നിൽക്കണം. വാദ്യ ഉപകരണങ്ങളുടെ താളവും സ്വരമെല്ലാം താഴെ നിൽക്കാം. അതാ വേദപുസ്തകത്തൊരു ഉപദേശം. ഡ്രം വേണം, സൈഡ് ഡ്രം വേണം, ഹാർമോണിയം വേണം, ഈ കീബോർഡ് വേണം, മൃദംഗം വേണം, എല്ലാ ഉപകരണവും സകല വാദിത്രങ്ങളുമായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അത് ദൈവം ഇഷ്ടപ്പെടുന്നതാണ്. അല്ലൊരു പഴയ തമ്പേർ ആയിട്ട് ചില സഭയിൽ ചെന്ന ഒരു പഴയ തമ്പേറുണ്ട്, അടിക്കുന്നത് ഒരു വലിയ പെൻ. അത് ഉമ്മ ഇരുന്ന് പൊത്തോ അങ്ങ് അടിക്കുക. കാരണം ഈ സഭ തുടങ്ങിയ കാലം മുതൽ ഈ തമ്പേർ ഈ ചാക്കോച്ചൻ്റെ ഇല്ല, അല്ലെങ്കിൽ കമ്പും തമ്പേറും ആർക്കും കൊടുക്കുകയില്ല. ഇനി ഇയാൾ ചാകാതെ വേറൊരുത്തർ ഇത് കിട്ടുകയില്ല. അത് വെച്ചോ പത്തോ ടും 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 അതാണ് ആ പാട്ട്. ഇതെങ്ങാനും കയ്യിൽ നിന്ന് മേടിച്ചാൽ ഇയാൾ ഇവിടെ കിടന്ന് ഭൂലോക ബഹളവും ഉണ്ട്. അങ്ങനെ മിക്ക സഭയിലും പ്രശ്നം. അപ്പം അത് പാടില്ല. ഞാൻ സഭ ഇപ്പം മാസികവാദിയുടെ എല്ലാ സഭക്കാരുമല്ലേ, നമ്മുടെ സഭയിൽ ഓരോ ശുശ്രൂഷയ്ക്കും പ്രാപ്തരായവരുണ്ട്, അവരെ അതേൽപ്പിക്കണം. ചില സഭകളിലെ പ്രാർത്ഥിച്ചങ്ങോട്ട് തുടങ്ങുമ്പോൾ പാസ്റ്ററുടെ ഭാര്യ പാട്ട് പാടുന്നത്. പാസ്റ്ററുടെ ഭാര്യ പാട്ട് പാടാൻ സ്വരവും ട്യൂണും ഉണ്ടെങ്കിൽ അവർ പാടുന്നത് നല്ലതാണ്. നല്ല സ്വരവും നല്ല ട്യൂണുമാണെങ്കിൽ അവരെടുത്ത് പാടട്ടെ. എന്നാൽ ചില സഭകളിൽ പാസ്റ്റർമാരുടെ ട്യൂണുമില്ല, തള്ളയ്ക്ക് സ്വരവുമില്ല, ചുമ്മാ മാക്കറി കാറും പോലെ കാറുക, മൈക്കോട്ട് കൊടുക്കുകയില്ല. അതിനകത്ത് നല്ല കഴിവുള്ള സഹോദരിമാരുണ്ട്, അവരുടെ കൊടുക്കുകയില്ല. ഈ തള്ള ചുമ്മാ ഇരുന്ന് എരുമ കാറും പോലെ ഇരുന്നങ്ങ്. അത് പാടില്ല. ഞാൻ തമാശയായിട്ട് പറഞ്ഞതല്ല, പലയിടങ്ങളിൽ നമുക്ക് പല കാര്യം അറിയാം. ആ സഭയിൽ നന്നായിട്ട് പാടാൻ കഴിവുള്ള മാന്യ സഹോദരിമാര് കാണും, അവരോട് പറയണം പാടിയാട്ടെ. അതല്ലേ ആ ശുശ്രൂഷയ്ക്ക് ഭംഗം വരികയല്ലോ. നമുക്ക് ശുശ്രൂഷ നന്നായിട്ട് നടക്കണം. തമ്പേർ അടിക്കാൻ നല്ല താളത്ത് തമ്പേർ അടിക്കുകയല്ല, തമ്പേർ വായിക്കുകയാന്നാ പറഞ്ഞത്. അല്ല ടും നീ കൊട്ടിപ്പോരുത്, നീ സഭയിരുന്ന് ചുമ്മാ നീ മെനക്കേടൊപ്പിക്കുക. ഞാനങ്ങ് മറന്നുപോയി. തിരുവനന്തപുരത്തിന് കോവളം സൈഡാ, ഞാൻ കൃത്യം സ്ഥലം മറന്നുപോയി. ഇതുപോലൊരു മാസികത്തിന് ചെല്ലുക. ആ ഒരു മെയിൻ പാസ്റ്റാ തമ്പേർ അടിക്കുന്നത്. അങ്ങേർക്ക് താളവും ഇല്ല, ബോധവും ഇല്ല, ഒന്നുമില്ല. ആ സഭ വേറെ ഒത്തിരി പേരെടുപ്പുണ്ട്. ഞാനും ഉണ്ട്. ആദ്യത്തെ പാട്ട് പാടിയപ്പോൾ ചുമ്മാ ടുണ്ടുണ്ട് ഞാനൊന്ന് നോക്കി. അവശ്രദ്ധയ്ക്ക് വായിക്കുന്ന മുഴുവൻ താളം അങ്ങ് പോവുക. എനിക്കന്ന് ഈ വലിയ കഴിവൊന്നും ഇല്ലെങ്കിൽ ഈ താളം തെറ്റിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അങ്ങ് അസ്വസ്ഥതയാണ്. എന്നാൽ ഇത് ആർക്കെങ്കിലും കൊടുക്കണ്ടേ, കൊടുക്കുകയില്ല. രണ്ടാമത്തെ പാട്ട് പാടിയപ്പോഴും ഇത് തന്നെ. പിന്നെ ഞാൻ വരുന്നിടത്ത് വെച്ച് കാണാൻ തുടങ്ങി. ഞാൻ ചെന്ന് പറഞ്ഞു, നോട്ടി വെച്ച് ഞാൻ ഇനി തരാൻ പറഞ്ഞു. ഞാനായതുകൊണ്ട് പുള്ളി തന്നു. ഇല്ല, പുള്ളി ആർക്കും കൊടുക്കുകയില്ല. അതിന് മേടിച്ച് എനിക്ക് തിട്ട ഒരാളുണ്ടായിരുന്നു, പുള്ളി നന്നായിട്ട് തമ്പേർ വായിക്കും. അത് ഞാൻ തന്നെ എടുത്തുകൊണ്ട് അവൻ്റെ കൊടുത്ത് വായിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അന്ന് യോഗം കഴിഞ്ഞപ്പോൾ വിശ്വാസികൾ പറഞ്ഞു, അയ്യോ നല്ല അന്തരീക്ഷമായിരുന്നു അന്ന്. ഉണ്ടാ, അത് കുറ്റമല്ലേ ഈ പറഞ്ഞത്. ഞാൻ പറയാനുണ്ട്, ചില വിഷയം പ്രസംഗിക്കാൻ ചിലർ എന്നെ വിളിക്കും, പാസ്റ്ററെ ഇന്നൊരാ വിഷയം. ഞാൻ പറഞ്ഞു അത് എന്നെ കൊണ്ടൊക്കത്തില്ല. ഇന്നയാളിനെ വിളിക്കുകയാണെങ്കിൽ പുള്ളി അത് നന്നായിട്ട് കൈകാര്യം ചെയ്യും. ഞാൻ പറഞ്ഞു കൊടുക്കും. ചില പറയും പരസ്യോഗത്തിന്. ഞാൻ പറഞ്ഞു പരസ്യോഗത്തിന് ഞാൻ സാക്ഷ്യമൊക്കെ പറയാം. പരസ്യോഗം, കൺവെൻഷന്, ഉപവാസം ഇതെല്ലാം വ്യത്യാസമാണ്. അപ്പം അത് പരസ്യോഗത്തിന് എനിക്ക് അത്രയും പോരാ, ഇന്നയാളിനെ വിളിക്കും. വേണം ഞാൻ വന്നൊരു പാട്ടൊക്കെ പാടാം, വലിയ ട്യൂണും സ്വരവും ഇല്ലെങ്കിലും ഒരു പരസ്യോഗത്തെ സംബന്ധിക്കുന്ന ഒരു പാട്ട് പാടാം, സാക്ഷ്യം പറയാം. പക്ഷേ പരസ്യോഗത്തിന് അത് കുറച്ചുകൂടെ ജ്ഞാനമുള്ളവർ വേണം. ഏതാ ലോകപരമായിട്ടും അല്പം രാഷ്ട്രീയപരമായിട്ടും ലൗകികപരമായിട്ടും ഒക്കെ നല്ല അറിവ്, വാനശാസ്ത്രപരമായിട്ടും ഭൂഗർഭശാസ്ത്രപരമായിട്ടും പ്രകൃതിയെ പറ്റിയൊക്കെ നന്നായിട്ട് കഴിവുള്ളവരുണ്ട്. അപ്പൊ അവരതെല്ലാം കൂടെ ചേർത്ത് കോർത്തിണക്കി ആ സുവിശേഷം കൂടെ പറയുമ്പോൾ കാര്യം കേൾക്കും. അറിയാൻ മേലത്ത് നമ്മൾ അവിടെ കിടന്ന് പണ്ടൊരാൾ പറഞ്ഞ പോലെ ആട്ടുംകാട്ട വന്നത് കടലേക്ക് തന്നെയാണ് നമുക്ക് തിരിച്ചറിയാൻ മേല. രണ്ടും കൂടിയിട്ട് കറി വെക്കുക. അല്ല, ഞാനങ്ങ് ഓപ്പണായിട്ട് പറയുക. അപ്പൊ ഏത് വിഷയവും അറിവുള്ളവരുണ്ട്, അവരെ നമ്മളത് ഏൽപ്പിക്കണം. ഇപ്പൊ ഒരു വിവാഹ ശുശ്രൂഷ നടക്കുക, കർത്തദാസന്മാരൊക്കെ ഉള്ളത് കൊണ്ടാണ്. അധ്യക്ഷനായിട്ടിരിക്കുന്ന നന്നായിട്ട് ചെയ്യുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു, ദൈവം അനുഗ്രഹിക്കട്ടെ, നന്നായിട്ടിരിക്കുന്നു. ഇത് ചിലർക്ക് തല എന്നാ വാലെന്നാന്ന് അറിയാം, ഇതൊട്ട് വിട്ടുകൊടുക്കുകയില്ല. ഒരു വിവാഹ ശുശ്രൂഷയും ശവസംസ്കാര ശുശ്രൂഷയിൽ ഏത് ശുശ്രൂഷയ്ക്കാണേലും അതിനെ തന്മയത്വമുള്ളവരെ കൊണ്ടത് ചെയ്യിപ്പിക്കണം. അത് നമ്മൾ വാശി പിടിച്ചിട്ടോ ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും യാതൊരു കാര്യവും ഇല്ല. സഭയിൽ പാടുന്ന സഹോദരി സഹോദരന്മാരുണ്ടെങ്കിൽ അത് കഴിവുള്ളവരെ ആക്കുക.
ഏത് കാര്യത്തിനും അങ്ങനെ. ഇപ്പോൾ മാസയോഗത്തിന് സാക്ഷ്യം പ്രസ്താവിച്ച് 1-2 പേര് സഹോദരന്മാർ നന്നായിട്ടുണ്ട്. ഇത് പരിജ്ഞാനമില്ലാത്തവർക്ക് കൊടുക്കുന്നെങ്കിലോ ഇത് മുഴുവൻ കുളമാകും. ഈ കുളമാക്കാൻ തന്നെ വരുന്ന കുറേ കക്ഷികളുണ്ട്. അതല്ല, ശുശ്രൂഷ നല്ല ഓർഡറായിട്ട് നടക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു വിവാഹ ശുശ്രൂഷയിലും ശവസംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ നാനാജാതി മനസ്തരാ വന്നു കൂടുന്നത്. അപ്പോൾ അവിടെ പരിജ്ഞാനവും പക്വതയും ശുശ്രൂഷയിൽ ഇരുത്തവും നല്ല വിധേയത്വം വന്ന ഒരാളെ അധ്യക്ഷനായിട്ട് ഇരുത്തണം. ചിലപ്പോൾ ജനപ്രതിനിധികൾ വരും, അവരെ അഭിസംബോധന ചെയ്ത് ചിലപ്പം കാര്യങ്ങൾ ചെയ്യണം. നാട്ടു പ്രമാണികൾ ചിലപ്പം വന്നെന്ന് വരും, നാനാജാതി മനസ്തർ വരും. അപ്പം അതെല്ലാം ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ പ്രാപ്തരായ ഒരാളെ ആ അധ്യക്ഷ പദവിയിൽ ഇരുത്തുമ്പോൾ ആ ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരികയില്ല. വിവാഹ ശുശ്രൂഷയും അങ്ങനെ. ഞാനൊരു വിവാഹ ശുശ്രൂഷയിൽ പങ്കുകൊണ്ടു. ആ ചെറുക്കന് 34 വയസ്സുണ്ട്, പെണ്ണിനും ഏതാണ്ട് 30 വയസ്സുണ്ട്. കല്യാണം നടത്താൻ വന്ന ഉപദേശിക്ക് 27 വയസ്സേ ഉള്ളൂ. ഞാനിതിനെതിരല്ല, അപ്പം ആ പ്രയോഗമാണ്. അപ്പോൾ ഇദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു, നമ്മുടെ വാത്സല്യ കുഞ്ഞുങ്ങളുടെ വിവാഹം. അവൻ 27 ഉള്ളൂ, കല്യാണം കഴിക്കുന്നതിന് 32. നമ്മുടെ വാത്സല്യ കുഞ്ഞുങ്ങൾ. അപ്പൊ കൂടെ എൻ്റെ മക്കളെ നിങ്ങളോട് ചില ഉപദേശം. ഇവൻ 27 ഉള്ളെന്ന് ഓർക്കണം. എന്നാൽ അത് ഒരു പ്രായമുള്ള കർത്തൃദാസൻ ആ പ്രയോഗം പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെ അദ്ദേഹം കല്യാണം നടത്തിയതിന് ഞാനെതിരല്ലേ, വേണേ പറയാ മാന്യ സഹോദര, മാന്യ സഹോദരി. ഞാനതിനൊരു ഉദാഹരണം കുഴപ്പമുണ്ടോ? അല്ല, നിങ്ങളുടെ ഇരിപ്പം കണ്ടിട്ട് പുള്ളി ഏത് കാര്യത്തിനും അങ്ങനെ. ദൈവത്തിന്റെ മഹത്വം. അല്ല, അതിന്റെ ഭംഗിയായിട്ട് ചെയ്തേ വളരെ അനുഗ്രഹമാണ്.